പിന്നെ വേറെ ഒന്നെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ തന്നെ കുടുംബം എന്ന് പറഞ്ഞ വ്യവസ്ഥ എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ച പോലെ എൻ്റെ ജാതി മതം അങ്ങനെ വളരെ സ്പെസിഫിക്കേഷനുള്ളൊരു ഘടനയ്ക്കകത്ത് നിൽക്കണം എന്നാണ് രക്ഷിതാക്കൾ വിചാരിക്കുന്നത്. അതിൽ നിന്ന് മാറിപ്പോകുന്നതൊക്കെ നമുക്ക് അക്സെപ്റ്റബിൾ അല്ല. അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങളുടെ ചോയ്സസ് ഒന്നും നമ്മൾ മാനിക്കാനും തയ്യാറല്ല. അപ്പം മേ ബി അവർ ലിവ് ഇൻ റിലേഷനിൽ പോകാം. പിന്നെ ഈ സപ്പോർട്ടിങ് സിസ്റ്റം ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ കയോസ് വന്നാലും അവർക്ക് അത് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ അവരും കുറേയും കൂടിയും അടിച്ചു പിരിഞ്ഞ് കുറേയും കൂടി കയോസിലേക്ക് തന്നെ കൂടുതൽ പോകും. അപ്പം ഞാൻ മനസ്സിലാക്കി ഒരാളെ തിരഞ്ഞെടുപ്പാണ്, അത് അവരുടെ ഇഷ്ടമാണെന്ന് നമ്മൾ മാനിക്കാനും അവരെ കുറച്ചും കൂടി കെയർഫുള്ളി ഡീൽ ചെയ്യുക. അവർ പരസ്പരവും നമ്മളും ആ ഒരു സപ്പോർട്ടിങ് സിസ്റ്റം കൊടുക്കാനാണ് അവരെ പ്രേരിപ്പിക്കേണ്ടത്. അതല്ലാതെ ഈ മനുഷ്യർ തമ്മിലുള്ള തിരഞ്ഞെടുപ്പുകൾ മുഴുവൻ അബദ്ധത്തിലാവണമെന്ന് പ്രാപിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹം ആവരുത്. അത് ഭയങ്കര അപകടം ചെയ്യും. അപ്പം അതുകൊണ്ടാണ് ചിലപ്പോൾ നമ്മളെന്ന് വെച്ചാൽ ഈ റീസൺ ഞാൻ കഴിഞ്ഞ ദിവസം കാണുക വെച്ചാൽ കൂടുതൽ ഭയങ്കര ആൻറ്റി സോഷ്യലായിട്ടും എസെക്ഷലായിട്ടുള്ള മനുഷ്യന്മാരെയാണ് ഈ പ്രവണത ഉണ്ടാക്കണേന്ന്. മനുഷ്യരങ്ങനെ ജീവിക്കാനൊന്നും പറ്റില്ല. അത് ഭയങ്കര അപകടകരമാണ്. അപ്പോൾ കുറേ റിച്ച് ആയിട്ടുള്ള വളരെ ഹൈ പ്രൊഫൈലായിട്ടുള്ള മനുഷ്യർക്ക് മാത്രമായിരിക്കും ഇനി പ്രണയവും സെക്സും ഒക്കെ സാധ്യമാവുന്ന ഒരു ലൈഫ് ഉണ്ടാവുള്ളൂ. അതല്ലാത്ത വളരെ ലോ പ്രൊഫൈൽ ജീവിതങ്ങൾ ജീവിക്കേണ്ടിയെന്ന് വരുന്ന മനുഷ്യർക്ക്, ആണിനും പെണ്ണിനും ഈക്വലി ഇത് പോസിബിൾ അല്ലാത്ത വിധത്തിൽ ഈ സിസ്റ്റം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഭയങ്കര ഭയാനകമായിട്ടുള്ളൊരു കാര്യം. അങ്ങനെ ഉണ്ടായിക്കൂടാന്നല്ല നമ്മൾ ആഗ്രഹിക്കേണ്ടത്.